ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലിപ് സ്ക്രബാട്ടോ. നമുക്ക് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻസും ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരു ലിപ് സ്ക്രബുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത്. നോർമൽ വീട്ടിലൊക്കെ ഉള്ള വെളിച്ചെണ്ണയാണ്. ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പഞ്ചസാരയാണ്. ഒരു ക്യൂബ് ഉപയോഗിക്കുന്ന സാധാ പഞ്ചസാര, അത് രണ്ടുമാണ് നമുക്ക് അത്യാവശ്യമുണ്ട്. അതിനകത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ടാക്കി നമുക്ക് നന്നായിട്ട് അത് അരിയാതെ തരി പോലെയുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വച്ചിരിക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിരൽ കൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വച്ചിരിക്കണം കേട്ടോ. സ്ക്രബാണ്. പിഗ്മെൻറ്റേഷൻസ് വരുന്നവരും ലിപ്സ്റ്റിക് ഇട്ട് ഡ്രൈ ആവുന്നവർ, ഒരു ബ്ലാക്ക് ആവുന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ആവുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലത് തന്നെയാണ്. നമുക്ക് നല്ല ഐശ്വര്യം വരും. പഞ്ചസാര നമ്മുടെ ഡെഡ് സ്കിന്നുകളെ പൊളിച്ചു കളയും. ഈ ഒരു എണ്ണ നമ്മുടെ ലിപ്പിന് കുറച്ച് മോയ്സ്ചർ കിട്ടും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലിപ് സ്ക്രബാട്ടോ. നമുക്ക് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻസും ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരു ലിപ് സ്ക്രബുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത്. നോർമൽ വീട്ടിലൊക്കെ ഉള്ള വെളിച്ചെണ്ണയാണ്. ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പഞ്ചസാരയാണ്. ഒരു ക്യൂബ് ഉപയോഗിക്കുന്ന സാധാ പഞ്ചസാര, അത് രണ്ടുമാണ് നമുക്ക് അത്യാവശ്യമുണ്ട്. അതിനകത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ടാക്കി നമുക്ക് നന്നായിട്ട് അത് അരിയാതെ തരി പോലെയുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വച്ചിരിക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിരൽ കൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വച്ചിരിക്കണം കേട്ടോ. സ്ക്രബാണ്. പിഗ്മെൻറ്റേഷൻസ് വരുന്നവരും ലിപ്സ്റ്റിക് ഇട്ട് ഡ്രൈ ആവുന്നവർ, ഒരു ബ്ലാക്ക് ആവുന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ആവുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലത് തന്നെയാണ്. നമുക്ക് നല്ല ഐശ്വര്യം വരും. പഞ്ചസാര നമ്മുടെ ഡെഡ് സ്കിന്നുകളെ പൊളിച്ചു കളയും. ഈ ഒരു എണ്ണ നമ്മുടെ ലിപ്പിന് കുറച്ച് മോയ്സ്ചർ കിട്ടും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും. 5 minutes later. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരുവിധം ചെറുതായിട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ലിപ്പ് കുറച്ച് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല മോയ്സ്ചറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യാവേ. പഞ്ചസാര എണ്ണ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ലിപ്പിൽ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ സ്ക്രബ് ചെയ്യാവൂ. എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലിപ്പ് കുറച്ച് മൈൽഡല്ലേ, അത് ലിപ്പ് സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ലിപ്പ് സ്ക്രബ് ഡെയിലി ചെയ്യരുത്. ഏത് ടൈപ്പ് ലിപ്പ് സ്ക്രബ് ആണെങ്കിലും വീക്ക്ലി 2 ടൈംസ് മാത്രമേ ചെയ്യാവൂ. അപ്പം അത് ഇതേപോലെ മാറ്റിയെടുക്കുക. പിന്നെ കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്കിഷ് ആയിരുന്ന ഇത് ലിപ്പിൻ്റെ സെൻറ്റർ കുറച്ച് ബ്രൈറ്റ് ആക്കി. ബാക്കി പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നൈസായിട്ട് അവിടെ തന്നെ ഉണ്ട്, എന്നാലും കുറച്ച് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഞാൻ 2-3 ടൈംസേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ഇട്ടപ്പോൾ എനിക്കിതുപോലെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ നമ്മളൊക്കെ ഡെയിലി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സൂര്യപ്രകാശം പോലും കിട്ടാതെ തന്നെ നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാനും ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ സ്ക്രബ് ഇട്ട് കഴിഞ്ഞ് ഇതിന് തുടച്ച് കളഞ്ഞ് നമുക്ക് ഇനി ഇടാനുള്ളത് ലിപ്പ് ബാം ആട്ടോ. ഞാൻ പിന്നെ എൻ്റെ ബേബി ലിപ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം എൻ്റെ ലിപ്പ് ഡ്രൈനെസ് മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിപ്പ് ബാമാണ് യൂസ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ നൈറ്റ് റെജിം ആട്ടോ ഇത് നമുക്ക് നൈറ്റിലാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. നൈറ്റ് ഇത് വിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലിപ്പ് അത്യാവശ്യം മോയ്സ്ചറായിട്ട് ലുക്കായിട്ട് ഇരിക്കും. ഡ്രൈനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ലൈറ്റായിട്ട് പിഗ്മെൻറ്റേഷൻസ് വരുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട്